for the pasta. Come to pasta. Hi friends, welcome to Dhruv channel. Today we will prepare a yummy pasta. So let's watch this video. Hope you like this video and subscribe. Bye-bye. പാസ്ത നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. ഞാൻ ഒരു കപ്പ് പാസ്തയാണ് ഇവിടെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അതിനായിട്ട് ഞങ്ങൾക്കൊരു ഏകദേശം 4 കപ്പോളം വെള്ളം ഒഴിക്കുകയാണ്. ഇനി അത് നമുക്കത് ചൂടാക്കാൻ വെക്കണം. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിരിക്കുകയാണ്. 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഞാൻ ഇവിടെ ചേർക്കുകയാണ്. ഒലിവ് ഓയിലിന് പകരം എന്ത് കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാവുന്ന കേട്ടോ. പാസ്ത വെന്ത് വരുമ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് ഈ ഓയിൽ ചേർക്കുന്നത്. ഇനി 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് നമ്മൾ കുറച്ചെടുത്തിട്ട് ഒന്ന് രുചിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉപ്പ് കൂടുതലാണോ കുറവാണോ എന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഈ തിളച്ച വെള്ളത്തിലോട്ട് നമുക്ക് 1 കപ്പോളം പാസ്ത ചേർക്കാം. ചെറു തീയിൽ വെച്ചിട്ടാട്ടോ ഞാൻ ഇനി പാസ്ത വേവിക്കാൻ പോകുന്നത്. അപ്പോൾ 1 കപ്പോളം പെന്നെ പാസ്തയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് പാസ്ത വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഈ പാസ്ത ആയിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ചെറു തീയിലിട്ടിട്ട് വേവിക്കുക. അപ്പോൾ ഈ പാസ്തയുടെ പാക്കറ്റിന് പുറമെ തന്നെ നമുക്ക് എഴുതിയിട്ടുണ്ടാവും ഇത് എത്ര മിനിറ്റ് വേവിക്കണം എന്നുള്ളത്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കണം പാസ്ത വെന്തോന്ന്. അതിനായിട്ട് ഇതൊരു 10 മിനിറ്റോളം വേവിക്കണം എന്നാണ് അതിൽ എഴുതിയിരുന്നത്. അതുപോലെ ഇടയ്ക്കെടുത്ത് ഞാൻ നോക്കുമ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് അത് കട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഊറ്റിക്കളയണം. ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർക്കുക. അപ്പോൾ ഈ ബട്ടർ ചേർത്ത് ചെറു തീയിൽ വെച്ചിട്ട് വേണം ബട്ടർ നമ്മൾ എപ്പോഴും ചേർക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ബട്ടർ ചേർക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ആ പാൻ എടുത്തൊന്ന് പൊക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ബട്ടർ കരിഞ്ഞു പോകും കേട്ടോ. ഇനി 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കണം. പിന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം സ്വീറ്റ് കോണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇത്ര ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേറെ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഈ പാസ്ത ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടം അധികം പച്ചക്കറികളൊക്കെ കുറച്ചിട്ടുള്ള പാസ്തയായിരിക്കും. മറ്റേ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ അത് കഴിക്കില്ല, അതുപോലെ തന്നെ അത് മാറ്റി വയ്ക്കും. അപ്പോൾ ഈ കോണൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമാണ്. പാസ്തയുടെ ഒപ്പം അത് കഴിച്ചോളൂ. കുട്ടികളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ഇതിനൊപ്പം ഏത് വെജിറ്റബിളും ചേർക്കാം കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് മൊരിച്ചെടുക്കണം. അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം. ചെറു തീയിലിട്ട് തന്നെ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് വെളുത്തുള്ളി കരിഞ്ഞു പോകും. അപ്പോൾ വെളുത്തുള്ളി ഇടുമ്പോൾ തന്നെ നിങ്ങളിടുന്ന പച്ചക്കറികളും ഒപ്പം ഇട്ടേക്കണം, അല്ലെങ്കിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് ആ പാൻ തന്നെ 2 ടേബിൾ സ്പൂണോളം വെണ്ണ ചേർക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബട്ടർ ചേർക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ആ പാൻ എടുത്ത് പൊക്കി കൊടുത്തേക്കുക. കാരണം അല്ലെങ്കിൽ ബട്ടർ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ചെറു തീയിൽ വെച്ചിട്ട് തന്നെ 2 ടേബിൾ സ്പൂണോളം മൈദ ചേർക്കുക. 2 ടേബിൾ സ്പൂണോളം മൈദ ചേർത്തു. ഞാൻ ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇനി ചെറു തീയിലിട്ടിട്ട് നമുക്ക് ഈ മൈദയുടെ ഒരു ചെറുതായിട്ടുള്ളൊരു മണം, ഒരു പച്ചമണം പോകുന്നത് നമുക്ക് മാറ്റിയെടുക്കണം. അതിനായിട്ട് ചെറു തീയിലിട്ടിട്ട് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതിൻ്റെ കട്ടയൊക്കെ മാറിയിട്ട് നന്നായിട്ട് അത് ഇളക്കി മാറ്റണം. തീ വളരെ കുറച്ച് വെക്കാൻ ശ്രമിക്കണം കേട്ടോ. വെണ്ണയിലിട്ടിട്ട് മൈദ നന്നായിട്ട് ഇതുപോലെ
പതുക്കെ ഇളക്കി അതിൻ്റെ കട്ടയൊക്കെ നീക്കി നന്നായിട്ടിത് പച്ചമണമൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പതുക്കെ അതിങ്ങനെ തിളയ്ക്കാനായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെ 2 കപ്പ് പാലെടുക്കണം. അതിൽ 1 കപ്പ് ആദ്യം ചേർക്കണം. അത് നോർമൽ ടെമ്പറേച്ചർ ആയിരിക്കണം കേട്ടോ. തണുത്ത പാലോ ചൂടുള്ള പാലോ ചേർക്കരുത്. അതിൽ നമുക്ക് ആദ്യത്തെ 1 കപ്പ് ഇതുപോലെ പതുക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ അത് കട്ടകളൊക്കെ പെട്ടെന്ന് മാറി കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തവി ഉപയോഗിച്ച് നന്നായിട്ട് പതുക്കെ ഇളക്കി യോജിപ്പിക്കുക. കുറച്ചായിട്ട് ഇതുപോലെ നമ്മുടെ കയ്യിലിരിക്കുന്ന 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ പാലായിട്ട് നന്നായിട്ട് നമ്മുടെ മൈദയുടെ മിശ്രിതം ഇളക്കി യോജിപ്പിക്കണം. ഈ പാലായിട്ട് നന്നായിട്ട് അത് അലിഞ്ഞു ചേരണം. അപ്പോൾ ഈ കുറുക്കുണ്ടാക്കണ പോലെയാണ് ഇനിയുള്ളത്. നന്നായിട്ട് ചെറു തീയിലിട്ട് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം മൈദ ചേർത്തുകൊണ്ട് പെട്ടെന്ന് ഇത് കട്ടിയാവും. അതുകൊണ്ട് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് അതിൻ്റെ ആ മൈദയുടെ ടേസ്റ്റ് ഈ പാലിലോട്ട് നന്നായിട്ട് വരണം. മൈദ നമ്മൾ വെണ്ണയിലിട്ട് നന്നായിട്ട് അതുപോലെ വരട്ടി എടുത്തുകൊണ്ട് ഈ പാലായിട്ട് ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ വൈറ്റ് സോസിന് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ആവി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുക. അതായത് ചുവന്ന മുളക് ചതച്ചത് ചേർക്കുക. അപ്പോൾ ഇത് ചുവന്ന മുളക് കുറച്ചെടുത്തിട്ട് മിക്സിയിൽ ഒരു 2-3 പൾസ് ചെയ്താൽ ഇതുപോലെ നമുക്ക് ചില്ലി ഫ്ലേക്സ് ആക്കാം. ഇനി ആവശ്യാനുസരണം കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കുക ഇതുപോലെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ തീ എഗെയിൻ ഓണാക്കിയിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് ചൂടാക്കുക. ഞാൻ പറയുമ്പോൾ കുറച്ച് കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ആവുന്ന കാര്യം കേട്ടോ. കാരണം ജസ്റ്റ് നമ്മൾ ഓഫാക്കിയിട്ടാണ് ഇത് ചേർത്തത്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട് ചെയ്ത് പോകും നമ്മൾ ആ ചേർക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഇത് ഓഫാക്കിയത്. ഇപ്പോൾ ഞാനത് രുചിച്ച് നോക്കുമ്പോൾ വളരെ ടേസ്റ്റാണ്. നമുക്ക് സൂപ്പ് പോലെ ഇപ്പോൾ ഒന്ന് എടുത്ത് കുടിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണിത് ഈ സോസ്, വൈറ്റ് സോസ്. ഇനി നമുക്കിത് ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോണും വെളുത്തുള്ളിയും ചേർത്ത മിശ്രിതം ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് വെജിറ്റബിൾ ഇതിൽ യൂസ് ചെയ്യാം. മഷ്റൂം, ക്യാരറ്റ്, ക്യാപ്സിക്കം, ഏത് നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടം ഏതാണോ അതനുസരിച്ച് നിങ്ങൾ ബട്ടറിൽ മൊരിച്ചെടുത്തിട്ട് ഇതിലോട്ട് ചേർത്താൽ മതി. ഇനി അത് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് 1 മിനിറ്റ് ഇതുപോലെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പം ഏകദേശം ഇതൊന്ന് ചെറുതായിട്ട് കട്ടിയായി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന പാസ്ത ചേർക്കുക ഇതിലോട്ട്. കണ്ടില്ലേ, ഇതുപോലെ മതി. ഇനി അധികം ഇരുന്ന് വറ്റിക്കരുത്, കുറുക്കരുത്. കാരണം പെട്ടെന്ന് കട്ടിയായി പോവും. അപ്പോൾ നമുക്ക് വേഗം ഈ പാസ്ത ഇതിലോട്ട് ചേർത്തിട്ട് തീ ഉടനെ ഓഫാക്കി ഒന്ന് പാസ്തയായിട്ട് വൈറ്റ് സോസ് ഒന്ന് യോജിപ്പിക്കാം. വളരെ ഈസി ആയിട്ടുള്ള ഒരു പാസ്തയാണിത്. കുറച്ച് പാസ്ത വേവിക്കുക, പിന്നെ അതുപോലെ തന്നെ വൈറ്റ് സോസ് വേഗം റെഡിയാക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ വേഗം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിൽ ചേർക്കുക. അത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ഈസി ആയിട്ട് കുട്ടികൾക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. പാസ്ത ഇൻ വൈറ്റ് സോസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ
ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇത് സൂപ്പർ ടേസ്റ്റാ പാസ്ത. എല്ലാവർക്കും ട്രൈ ചെയ്യണം പാസ്ത. ദേവിട്ടന് ഇഷ്ടായാ? ദേവിട്ടൻ കഴിച്ചോളൂ.